ഇതെന്താ സംഭവം എന്നല്ലേ? ഇത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം പൊട്ടുവെള്ളരിയാണ് കേട്ടോ. വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ദാഹശമനത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ജ്യൂസാണ് ഈ പൊട്ടുവെള്ളരി എന്ന് പറയുന്നത്. ഇതിന് ഈ പൊട്ടുവെള്ളരി എന്ന പേര് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഈ സാധനം വാങ്ങിക്കുമ്പോൾ ആകെ പൊട്ടിയിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഇരിക്കുന്നതിന് പൊട്ടുവെള്ളരി എന്ന് പേര് കിട്ടിയിട്ടുണ്ടായിരിക്കുക. എന്തായാലും പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഇതിന് വേറെ വല്ല പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇതിങ്ങനെ ഐസ്ക്രീം പോലെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ജ്യൂസ് അടിച്ച് വരുമ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ഞാനൊരു ഐറ്റം കാണുന്നതും കഴിക്കുന്നതും തൃപ്രയാറിൽ വന്നിട്ടാണ് കേട്ടോ. വേനൽക്കാലത്ത് നല്ലൊരു റിഫ്രഷ്മെന്റ് ആണ് ഈ ഒരു ജ്യൂസ്. തൃപ്രയാറിന്റെ പല ഭാഗത്തും ഞാനിത് വിൽക്കാൻ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പൊട്ടുവെള്ളരി വെച്ച് പല രീതിയിലും ജ്യൂസ് അടിക്കാൻ പറ്റും. എനിക്കറിയുന്നത് 2 രീതിയാണ്. ഒന്ന്, ഇത് വെറുതെ ഒരു പാത്രത്തിലിട്ട് കയ്യിൽ കൊണ്ടുടച്ച് പഞ്ചസാര നാളികേരം ചേർത്ത് കഴിക്കാം. എങ്കിലിതേ ഞാനിപ്പോൾ ചെയ്ത പോലെ നല്ല നാളികേരപ്പാലും ശർക്കര പാനിയൊക്കെ ഒഴിച്ച് നന്നായി ഇളക്കി ഫ്രിഡ്ജിൽ കുറച്ച് നേരം തണുപ്പിക്കാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കഴിച്ചാലും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ജ്യൂസ് അടിക്കുന്നതാണ് ഏറെ ഇഷ്ടം. ഇനി പൊട്ടുവെള്ളരി കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ.